നമസ്കാരം, ഞാൻ ഡോക്ടർ കവിത, ഫിസിഷ്യൻ ആസ്തി. രാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് ഭാരമോ, രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ടോ, 8 മണിക്കൂർ കിടന്നാലും തളർച്ച അല്ലെങ്കിൽ ക്ഷീണം തോന്നുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറക്ക സംബന്ധമായ ഒരു പ്രശ്നം ഉണ്ടായേക്കാം. ഇന്നത്തെ വീഡിയോയിൽ 5 പ്രധാന സ്ലീപ്പ് ഡിസോർഡറുകളും എളുപ്പത്തിലുള്ള പരിഹാരങ്ങളുമാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. 5 പ്രധാന ഉറക്ക രോഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കിയാലോ? ഇൻസോമിയ, സ്ലീപ്പ് അപ്നിയ, നാർക്കോലെപ്സി, റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം, സർക്കേഡിയൻ റിതം ഡിസോർഡർ. ഇതേപോലെ 5 സ്ലീപ്പ് ഡിസോർഡേഴ്സ് ആണ് ഉള്ളത്. ഇൻസോമിയ, ഉറങ്ങാൻ ബുദ്ധിമുട്ട്, ഇടയ്ക്ക് എഴുന്നേറ്റാൽ വീണ്ടും ഉറങ്ങാൻ ശ്രമിച്ചാലും ഉറങ്ങാൻ കഴിയാൻ പറ്റാത്ത അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ. കാരണങ്ങൾ എന്തൊക്കെയാവാം? ഓഫ്കോഴ്സ് സ്ട്രെസ് ആവാം, അല്ലെ? സ്ട്രെസ്, ഓവർ തിങ്കിങ്, മൊബൈൽ യൂസ്. നമുക്ക് ഭയങ്കരമായിട്ട് മൊബൈൽ യൂസ് ചെയ്ത് എന്നിട്ട് കിടക്കുമ്പോൾ നമ്മൾ വേക്കൻ സ്റ്റേറ്റിൽ തന്നെ ആയിട്ട് നമ്മുടെ ബ്രെയിൻ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിന്റെ ഇടയിൽ നമ്മൾ എണീറ്റു എന്നിട്ട് വന്നിട്ട് സമയം നോക്കാൻ വേണ്ടി മൊബൈൽ നോക്കുന്നു. അപ്പൊ ഏതോ ഒരു മെസ്സേജ് ഒക്കെ ഇരിക്കുന്നു. അപ്പൊ ആ മൊബൈൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഉറക്കം എന്ന് പറയുന്നത് അങ്ങ് മാറും, അല്ലെ? അപ്പൊ ഇതേപോലെയുള്ള കാരണം കൊണ്ട് ഇൻസോമിയ ഉണ്ടായി. ഇനി അടുത്തതായിട്ട് എന്താ പറയുക? സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. അപ്പം ഉറക്കത്തിൽ തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയാണ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വലിയ സ്നൂറിങ്, നല്ല കൂർക്കം വലിക്കുക, ഉറക്കത്തിൽ ശ്വാസം മുട്ടൽ, രാവിലെ ഭയങ്കര ക്ഷീണം ഒക്കെ ആയിരിക്കും ഇവർക്ക് കാണുന്നത്. ഇത് ഡോക്ടറിന്റെ പര്യമായ കൂട്ടുകാരാണ്. ഡോക്ടറിനെ കണ്ട് തന്നെ ഈ ബുദ്ധിമുട്ട് മാറ്റേണ്ടതാണ്. സ്വയം ചികിത്സ പാടില്ല. നാർക്കോലെപ്സി, പല സമയത്ത് പെട്ടെന്ന് ഉറക്കം വരുന്ന ഒരു ഡിസോർഡറാണ്, സ്ലീപ്പ് ഡിസോർഡറാണ് ഈ നാർക്കോലെപ്സി. സ്ലീപ്പ് അറ്റാക്ക് എന്ന് പറയും. പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു, പെട്ടെന്ന് ഉറങ്ങി വീഴുക, ചിലവർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങി പോവുക. ഇതും ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ചികിത്സിക്കാൻ പറ്റുന്നതാണ്. റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം, ഇത് രാത്രികാലങ്ങളിൽ കാലുകൾ ചലിപ്പിക്കുന്ന ഒരു ശക്തമായ ആഗ്രഹം ഉണ്ടാവുക. ഇത് നമ്മുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു സ്ലീപ്പ് ഡിസോർഡർ ആണ് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതിന്റെ കാരണങ്ങൾ ഒരു പക്ഷേ അയൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ സ്ട്രെസ് ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. സർക്കേഡിയൻ റിതം ഡിസോർഡർ, വൈകി ഉറങ്ങുക അല്ലെങ്കിൽ വൈകി എഴുന്നേൽക്കുക, നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവർ, ജെറ്റ് ലാഗ് ഉള്ളവർ തുടങ്ങിയവർക്കാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. ഇപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പലരും രാത്രി മൊബൈൽ നോക്കുക, അല്ലെങ്കിൽ ഉറങ്ങാതെ ചിലപ്പം വരയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് നമ്മുടെ സർക്കേഡിയൻ റിതം തന്നെ മാറിപ്പോകും. പക്ഷെ രാത്രി ഉണർന്നിരിക്കും വളരെ. അപ്പൊ നമ്മുടെ കോർട്ടിസോൾ ഒക്കെ വളരെയധികം ഹൈ ആവാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. അപ്പൊ നമ്മുടെ ഉറക്കത്തെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുകയും ചെയ്യും. രാത്രി ഉറങ്ങാതെ ഇരിക്കുകയും ചെയ്യും. രാവിലെയാണെങ്കിൽ നല്ല തൂങ്ങി ഇരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ രാവിലെ എണീക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലോട്ട് വന്നേക്കാം. ഉറക്ക പ്രശ്നങ്ങൾ ശരീരത്തെ മനസ്സിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കിയാലോ? സ്ട്രെസ്, ആൻസൈറ്റി വർദ്ധിപ്പിക്കുന്നു, മെമ്മറി കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നു, ഇമ്മ്യൂണിറ്റിയെ കുറയ്ക്കുന്നു, വെയിറ്റ് ഗെയിൻ, മെറ്റബോളിസം പ്രശ്നങ്ങൾ. അപ്പം നമുക്ക് ഉറക്കം നേരെ ആയില്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ഗെയിൻ ആയിരിക്കും സംഭവിക്കുക. ഓക്കെ, മൂഡ് ചേഞ്ചസ്, പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, അങ്ങനെയുള്ള ഒരു മൂഡ് ഭയങ്കരമായിട്ട് മാറി എന്ന് വരാം. ഓക്കെ, മെന്റൽ ഹെൽത്ത് പ്രശ്നം ഒക്കെ ഉണ്ടായേക്കാം. നമുക്ക് നല്ല സൗണ്ട് സ്ലീപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ